നമുക്ക് അങ്ങനെയൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ നല്ല രസമുണ്ട്. മലയാള ഇൻഡസ്ട്രിയിൽ കുറേ നല്ല സിനിമകൾ ബാക്ക് ടു ബാക്ക് ഹിറ്റ് ആവുന്നു. എനിക്കൊന്ന് ഇത്രയും സിനിമകൾ ഈ വർഷം ഈ സമയത്തിനുള്ളിൽ ഹിറ്റ് ആയിരിക്കുന്നത് മലയാളം ഇൻഡസ്ട്രിയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ മലയാളം ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ഒരു ആക്ടർ എന്നുള്ള നിലയിലും അതേസമയം ഒരു മലയാള സിനിമ ആസ്വാദകൻ എന്നുള്ള നിലയിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ ടൊവിനോ നേരത്തെ പറഞ്ഞ പോലെ 200 കടന്ന് കോടികൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സിലെ മഞ്ഞുമൽ ബോയ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇവനാണ് അതിന് മേജർ ഷെയർ. നോട്ട് എണ്ണുന്ന മെഷീൻ ഇല്ലേ, വീട്ടില് നോട്ട് എണ്ണുന്ന മെഷീൻ മേടിച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയണ്ടായിരുന്നു. ഈ സിനിമ കഴിഞ്ഞു കഴിയുമ്പോ ഒരു കിട്ടില്ല, അങ്ങനെ പറയരുത്. ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് പൈസ കിട്ടിയെന്നുള്ളൊരു ഇതിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ശരിക്കും കിട്ടിയിട്ടുണ്ട് നമ്മൾ, പക്ഷെ പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സൗദിക്ക് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇന്റർവ്യൂല് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ളത്. എന്നാ കണക്ക് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ അത് ആളുകൾക്കൊരു ചിന്തയുണ്ട്. നമുക്ക് ഈ നമ്മൾ ഈ പോസ്റ്ററിൽ കാണുന്ന ഈ പറഞ്ഞ കോടിക്കണക്കില്ല, അത് മുഴുവൻ നമ്മൾ അട്ടിയായിട്ട് റൂമിൽ വെച്ചേക്കാണ്. പക്ഷെ അങ്ങനെയല്ല, ഇത് ടോട്ടൽ ഷെയറിന്റെ മറ്റേ ഗ്രോസ് ആണിത്. അത് ഷെയർ ഒക്കെ ആയിട്ട് പ്രൊഡ്യൂസറിലേക്ക് വരുമ്പോൾ അതിനേക്കാളും 1/3 അല്ലെ, അങ്ങനെ എന്താണ് കണക്ക് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ 1/3 വരുള്ളൂ പ്രൊഡ്യൂസറില്. ആർട്ടിസ്റ്റിൽ അങ്ങനെയൊന്നുമല്ലല്ലോ വരുന്നത്. ആർട്ടിസ്റ്റ് ക്ലിയർ ആക്കി, ആർട്ടിസ്റ്റിനൊന്നുമില്ല. ആ സിനിമ ഹിറ്റായാലും ഫ്ലോപ്പ് ആയാലൊക്കെ ശമ്പളം കിട്ടും, അതന്നെ. പക്ഷെ സന്തോഷം ഉള്ളത് വേറെ തന്നെയാണ്. കാര്യം ഈ പറഞ്ഞ നമ്മളുടെ പടം അങ്ങനത്തെ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി, അങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമാവുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ കോടിക്കണക്കെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പോസിറ്റീവ് വശം എന്ന് പറഞ്ഞാൽ അത്രയും കോടി വരാൻ കാരണം അത്രയും കൂടുതൽ ആൾക്കാർ കണ്ടതാണല്ലോ. അത് തന്നെയാണ് നമ്മളെ അത്രയും ആൾക്കാർ നമ്മൾ കണ്ടു. അത് വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെ. നമ്മളിതിൽ വേണ്ടി വന്നത് ഈ പണിക്ക് ഇറങ്ങിക്കണേ അതിന് വേണ്ടിയിട്ടാണല്ലോ. ആൾക്കാർ നമുക്ക് നല്ല പരിപാടികൾ ചെയ്യുക. അപ്പോൾ ഒരു നല്ല സിനിമയാണെന്ന് ആൾക്കാർ പറഞ്ഞ് ആൾക്കാർ ഇത്രയും ആൾക്കാർ നമ്മളെ കാണുന്നു എന്ന് പറയുന്നത് അതിന്റെ അത്രയും സന്തോഷം വേറെ ഒന്നുമില്ല. അത് എത്ര കോടി തന്നാലും അത് വിലവെക്കാനാവില്ല. ബാലുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൊവിനോയ്ക്ക് ഈ 200 കളക്ഷൻ വന്നിട്ടില്ലെങ്കിലും മൈൽ സ്റ്റോൺ ക്യാരക്ടേഴ്സ് ഒരുപാട് വന്നിട്ടുണ്ട്, ചർച്ച ചെയ്യപ്പെട്ട ക്യാരക്ടേഴ്സ് ഒരുപാട് ഉണ്ടെന്ന് എന്റെ ചോദ്യം കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമയിൽ നമ്മൾ അഭിനയിച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനമാറ്റം പിന്നീട് ഇനി ഞാൻ എന്റെ സിനിമകൾ ഇങ്ങനെ ചൂസ് ചെയ്യും, അങ്ങനത്തെ എന്തെങ്കിലും ഒരു തീരുമാനം? അങ്ങനത്തെ ഒരു തീരുമാനം ഞങ്ങൾ എല്ലാവരും എടുക്കാം. ഞങ്ങൾ 11 പേരും. പിന്നെ ഞങ്ങൾ ആക്ച്വലി കോടിയുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങളെല്ലാവരും. ആ ഒരു ഗ്രൂപ്പിൽ അങ്ങനത്തെ ഒരു ചർച്ച മിക്കവാറും നടക്കാറുണ്ട് വൈകുന്നേരങ്ങളിൽ. ചുരുങ്ങിയത് ഒരു 200 കോടിയെങ്കിലും കളക്ട് ചെയ്യണം. അങ്ങനത്തെ സ്ക്രിപ്റ്റ് ആൾക്കാരുണ്ട്. ഒരു 200 കോടിയിലേക്കുള്ള സ്റ്റെപ്പ്, അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കിയാലേ കഥകൾ കേൾക്കത്തുള്ളൂ. നടികർ ഇതിന് മുന്നേ ഷൂട്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും കുഴപ്പം വരുമോ അതോ? ഇതിന് അങ്ങനെയില്ല. ഇത് 200 ലിമിറ്റബിൾ വെച്ചിട്ടില്ല. എത്ര കിട്ടിയാലും ഓക്കെയാ. അല്ല ആവാലോ, നമ്മളിപ്പോ ഒത്തിരി സിനിമകളായില്ലേ 100-200 എത്തുന്നത്. അപ്പം